എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മസാല പപ്പടാണ്. ഇത് രണ്ട് തരത്തിൽ ചെയ്യാം, റോസ്റ്റഡ് ആയിട്ടും ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടും. ഇത് രണ്ടും ഞാൻ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നുണ്ട്. പാൻ ചൂടായപ്പോൾ ഒരു പപ്പടം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വെച്ച ഉടൻ തന്നെ നല്ലതുപോലെ സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരുകൊക്കെ പെട്ടെന്ന് ചുരുണ്ടു പോകും. ഇതുപോലെ രണ്ട് വശവും നല്ലതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റഡ് പപ്പടം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഡീപ്പ് ഫ്രൈഡ് പപ്പടാണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി ഒരു പാനിൽ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു പപ്പട് ചേർത്ത് കൊടുക്കുക. ഇത് വെച്ച ഉടൻ തന്നെ ഇതുപോലെ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. രണ്ട് വശവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1/3 ടീസ്പൂൺ ചാട്ട് മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഓരോ പപ്പടത്തിന് മുകളിലായിട്ടും വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അടുത്തതായി റോസ്റ്റഡ് പപ്പടത്തിന് മുകളിലായി ഈ കൂട്ട് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസ് സവാളയും തക്കാളിയുമാണ് ഈ കൂട്ട് തയ്യാറാക്കാൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്താൽ 2 വലിയ മസാല പപ്പടത്തിനുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അവസാനമായിട്ട് ഓരോ നുള്ള് മുളക് പൊടി ഓരോ പപ്പടത്തിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല പപ്പട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഡെലീഷ്യസ് റെസിപ്പീസ് എന്നുള്ള ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.